ാണ് അത് രണ്ട് ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. അള്ളാന്റെ മറുപടി രണ്ട് ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ആ ഇരുട്ട് കഠിനമാണ്, ആ ഇരുട്ട് കഠോരമാണ്, ആ ഇരുട്ട് അതിശക്തമാണ്, ആ ഇരുട്ട് അതിഭയങ്കരമാണ്. ആ ഇരുട്ടിൽ നിന്ന് ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. വഖാല മൂസ, അപ്പോൾ മൂസാ നബി ചോദിക്കുകയാണ്, ഏതാണ് ഇരുട്ട് യാ റബ്ബ് പടച്ചവനെ? ഖാലല്ലാഹു തആല, അപ്പോഴാ പറയുന്നത് ആ ഇരുട്ട് ഏതാണെന്നറിയുമോ? അള്ളാന്റെ മറുപടി, ഒന്ന് ദുൽമത്തുൽ ഖബറാണ്. ദിവസവും 5 വട്ടം ഖബറിൽ നിന്ന് വിളിച്ചു പറയുന്നു, അന ബൈത്തുൽ വഹദത്തി വൽ വഹ്ശ, അന ബൈത്തുൽ ഉൽമ, അന ബൈത്തുൽ ഈഖ, ഐന ലഹമി, ഐന തആമി, ഐന ലഹമി, ഐന തആമി. ഓ ഖബർ നാം ഭയക്കേണ്ടതാണ്. കിടത്തം ആ ഖബറിലാണ്. പരുപരുത്ത ഇരുട്ടിലെന്താണ് നാളെ തനിച്ചു മണ്ണിൽ നമ്മുടെ സ്ഥിതി എന്താണ്? ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്ന് നിന്നെ മെല്ലെ ഇറക്കലും നീ നോക്ക്. പെരുങ്കല്ല് മുകളിൽ വെച്ച് മിന്നാത്തൊട്ട്, പെരുങ്കല്ല് മുകളിൽ വെച്ച് മിന്നാത്തൊട്ട്. ഓ മുഅ്മിനേ, ഖബറിലേക്ക് എന്നെ വെക്കുന്നു, നിങ്ങളെ വെക്കുന്നു, ഏതു മനുഷ്യനെയും വെക്കുന്നു. എല്ലാ പവറും അടങ്ങുന്നു, എല്ലാ പത്രാസും അടങ്ങുന്നു. പണ്ഡിതനെ വെക്കുന്നു, പാമരനെ വെക്കുന്നു, പണക്കാരനെ വെക്കുന്നു, പാവപ്പെട്ടവനെ വെക്കുന്നു. അതേ ബെൻസ് കാറിൽ യാത്ര ചെയ്യവനും ഖബറിലാണ്, അതേ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തവനും ഖബറിലാണ്. അല്ലാഹ്, വലിയ വലിയ വാഹനത്തിൽ സഞ്ചരിച്ചവരും ചെറിയ സൈക്കിളിൽ പോയവരും നാളെ ഖബറിലാണ്. പെരുങ്കല്ല് മുകളിൽ വെച്ച് മിന്ന് തൊട്ട് ഓതിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വിട്ട് അല്ലേ, ആ ഖബറിലല്ലേ എനിക്ക് ഞാൻ കിടക്കേണ്ടത്? ആ ഖബറിലല്ലേ നിങ്ങൾ കിടക്കുന്നത്? നമ്മുടെ വാപ്പമാര് കിടക്കുന്നത്, നമ്മുടെ ഉമ്മമാര് കിടക്കുന്നത്, നമ്മുടെ ജേട്ടന്മാര് ഉസ്താദുമാര് കിടക്കുന്നത്. അല്ലാഹ്, ഇതുപോലെ ജീവിതകാലമിൽ ഒരു കുണ്ട് കണ്ടിട്ടുമുണ്ടോ സോദരാദി പണ്ട്? കണ്ടിട്ടുമുണ്ടോ സോദരാദി പണ്ട്? ഒരാൾക്കും കടക്ക വിരിക്കുന്നില്ല, ഒരാൾക്കും AC വെക്കുന്നില്ല, ഒരാൾക്കും അതാ സുഖലോലുപതയുടെ പട്ടുമെത്തകൾ വിരിച്ചു കൊടുക്കുന്നില്ല. എല്ലാവരും കിടക്കുന്നത് അതേ UAE പ്രസിഡന്റ് ഷെയ്ഖ് സായിദും ഫൈസൽ രാജാവും ഫഹദ് രാജാവും ബ്രൂണോയിലെ സുൽത്താൻ മരിച്ചാൽ അദ്ദേഹം കിടക്കുന്നത് ഖബറിലാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ കിടക്കുന്നതും ഖബറിലാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടുതി കരയേണ്ടതാ. മുത്തുനബി കരഞ്ഞില്ലേ ഖബറിനെ ഓർത്തിട്ട്? അതേ സഹാബത്ത് കരഞ്ഞില്ലേ ഖബറിനെ ഓർത്തിട്ട്? മഹാന്മാര് മഹദികൾ കരഞ്ഞില്ലേ ഖബറിനെ ഓർത്തിട്ട്? ഓ ഉമ്മ, ആ ഖബറിന്ന് രക്ഷ നേടാൻ ഉള്ള ഒരു പ്രകാശമാണ് അതേ മുത്തുനബി. അതാ അല്ലാഹു തആല മൂസാ നബിയോട് പറയാണ്, രണ്ടാമത്തേത് ഏതാണ്? വദുൽമത്തുൻ, അതേ വദുൽമത്തുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷ നേടാനുള്ളതാണ്. റമദാൻ ഖബറിന്റെ രക്ഷക്കാണെങ്കിൽ അതേ മഹ്ശറയിലെ രക്ഷക്കാട്, മഹ്ശറയിലെ രക്ഷക്കാട്. അല്ലാ 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 അല്ലാ. ഓ ഉമ്മ, നമുക്കൊന്നൊരുങ്ങാലോ? ഓ ചെറുപ്പക്കാരാ, ഓ കരളിന്റെ കഷ്ടങ്ങളായ മോമിനികളെ, നമുക്കൊരുങ്ങാലോ?
സുബ്ഹാനല്ലാഹ്. എന്നിട്ടതാ നബി തങ്ങൾ പറയാണ്, റബ്ബ സായിമിൻ, എത്ര നോമ്പുകാരാണ് ലൈസ ലഹു മിൻ സിയാമിഹിൽ ജൂ, അവർക്ക് വിശപ്പല്ലാതെ ഇല്ല. വറബ്ബ ഖായിമിൻ, എത്ര നിസ്കാരക്കാരാണ്. നോമ്പൊക്കെ എല്ലാവരും നോൽക്കും, പള്ളികളിലൊക്കെ വലിയ തുറയാണ് അല്ലേ, കാണാൻ പോവാൻ. പള്ളികളിലൊക്കെ അതിഗംഭീര പ്രൗഢമായ തുറ, നല്ല ഭക്ഷണങ്ങൾ, പള്ളി ജനനിബിഡം. റസൂലുള്ളാഹി പറയാണ്, റബ്ബ സായിമിൻ, എത്ര നോമ്പുകാരാ, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അവർക്ക് വിശപ്പല്ലാതെ ഒന്നുമില്ല. വൈകുന്നേരം വരെ പട്ടിണി കടന്ന് എന്നല്ലാതെ ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. വറുബ്ബ ഖായിമിൻ, എത്ര നിസ്കാരക്കാരാണ് അല്ലേ, എത്ര നിസ്കാരക്കാരാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരം സുന്നത്ത്, എത്രയോ നിസ്കാര തയമ്പ് വന്നിട്ടുണ്ട്. തയമ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജാതി തയമ്പ്. സുബ്ഹാനല്ലാഹ്. കാൽമുട്ടിന് തയമ്പ്, കൈക്ക് തയമ്പ്, നെറ്റിക്ക് തയമ്പ്, എത്ര നിസ്കാരക്കാരാ. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ലൈസ ലഹു മിൻ ഖിയാമിഹി, ആ നിസ്കാരം കൊണ്ട് ഇല്ല സഹ്റു, അവർ ഉറക്കമൊഴിഞ്ഞ് ക്ഷീണിച്ചു എന്നല്ലാതെ വേറൊന്നും അവർക്ക് കിട്ടുന്നില്ല. കാരണം എന്താ? ഖൽബ് ശുദ്ധിയാക്കിയില്ല, മനസ്സ് നന്നാക്കിയില്ല, ശരീരം ശുദ്ധിയാക്കിയില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് സുബ്ഹാനല്ലാഹ്. ഓ മുഅ്മിനേ, ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും അങ്ങനെ ആകാൻ പറ്റൂല. അതല്ലേ മഹാന്മാര് പറഞ്ഞത്, അത്തറമളാനു മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. വീട്ടിലൊരു കല്യാണമോ മറ്റു പരിപാടി ഉണ്ടാവുമ്പോ വീട് മൊത്തം വൃത്തിയാക്കി അല്ലേ നമ്മൾ ഒരുങ്ങുന്നത് പോലെ. റമദാൻ വരികയാണ്. റമദാൻ വരുമ്പോ അടിമകൾ അതാ കൃഷി ചെയ്യുകയാണ്. അടിമകൾ കൃഷി ചെയ്യും. തത്ഹീരിൽ ഖുലൂബി, എന്തിനു വേണ്ടി? ഹൃദയ ശുചീകരണത്തിനുള്ള കൃഷി, ഹൃദയം നന്നാക്കാനുള്ള കൃഷി, മനസ്സ് നന്നാക്കാനുള്ള കൃഷിയാണ് റമദാൻ. ശരീരം നന്നാക്കാനുള്ള കൃഷിയാണ് റമദാൻ. ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി, എന്തിൽ നിന്ന്? എല്ലാ വേണ്ടാത്ത വൃത്തികേടിൽ നിന്നും, ഫസാദിൽ നിന്നും. റമദാൻ ഇങ്ങോട്ടായിട്ട് പോലും നന്നാകാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ അയാൾ ലോകത്ത് നന്നാവൂല. അങ്ങനെയാണ് ജീവിതം. ആരാ പറയുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. റമദാനായിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ നന്നാവാൻ ചാൻസ് ഇല്ല. കാരണം റമദാൻ തൗബയുടെ മാസമാണ്. റമദാൻ അതേ റഹ്മത്തിന്റെ മാസമാണ്. റമദാൻ ബറക്കത്തിന്റെ മാസമാണ്. എന്നിട്ടും നന്നായിട്ടില്ലെങ്കിൽ പിന്നെ അവന് നന്നാകാനുള്ള ഒരു ചാൻസും ഇല്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരോടും പറയാനുള്ളത്, റമദാനിനെ വരവേൽക്കാൻ വേണ്ടാത്ത വിചാരങ്ങൾ, വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത വാഗ്വാദങ്ങൾ, വേണ്ടാത്ത വാദപ്രതിവാദങ്ങൾ, വേണ്ടാത്ത ഇടപെടലുകളിൽ നിന്ന് മാറി നിന്ന് എല്ലാവരും അവനവന്റെ നാവിനെ സൂക്ഷിക്കുക, അവന്റെ ശരീരത്തെ സൂക്ഷിക്കുക, അവന്റെ കൽബുകൾ നന്നാക്കുക. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. ആ തെറ്റിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി, സുബ്ഹാനല്ലാഹ്, ഞാനൊന്ന് നന്നാവട്ടെ, ഞാനൊന്ന് നന്നാകാനുള്ള ചാൻസ് ആണിത് എന്നുള്ള ചിന്തയിൽ സുബ്ഹാനല്ലാഹ് മലാക്കന്മാർക്ക് അതാ റഹ്മത്തിന്റെ മലാക്കന്മാര് അതേ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. സുബ്ഹാനല്ലാഹ്, എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കണം. അങ്ങനെ തെറ്റിൽ നിന്ന് മാറി നിന്നാലോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആലാന്റെ അരികത്ത് വലിയ പവറുണ്ട്, വലിയ സന്തോഷമുണ്ട്. മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. തൗബയുടെ മാസമായ, റഹ്മത്തിന്റെ മാസമായ, ബറക്കത്തിന്റെ മാസമായ ഈ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വരുന്നതിന്റെ മുമ്പ് നാം എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കുക, തൗബ ചെയ്യുക. ഉത്ലുബ മതാബൻ ബിന്നദാമതി മുഖ്രിയ വബിഅസ്മി തർക്കിൽ ദംബി ഫീമ ഇസ്തഖബല. എല്ലാ
തെറ്റിൽ നിന്നും മാറി നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊട്ടിക്കരഞ്ഞ് പറയുക, പടച്ചോനെ ഞാനൊരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് നീ പുറത്തു തരണം അല്ലാ, എനിക്ക് നീ സന്തോഷം തരണം അല്ലാ, എനിക്ക് സമാധാനം തരണം അല്ലാ. അങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയും അതാ ശഅബാനിന്റെ കുറച്ച് ദിവസങ്ങളിൽ കൂടി ബാക്കിയുണ്ട്. ആ ദിവസങ്ങളിൽ ഇസ്തിഗ്ഫാർ അധികരിക്കുക, ഏൽപ്പിക്കുക, സലാത്ത് വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ അല്ലാഹുവിലേക്ക് മടങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് അല്ലാഹു റമളാനിനെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ കഴിഞ്ഞ വർഷം നാം അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്ന് അതാ കഴിഞ്ഞ വർഷത്തെ റമദാനിൽ നിന്ന് അവസാനത്തെ വെള്ളിയാഴ്ച യാത്ര പറഞ്ഞയച്ചതാണ്.